ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ചെടുത്തുള്ള നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മൈദപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് തിളച്ചതുമല്ല എന്നാൽ ഒരുപാട് ആറിയതുമല്ല, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം പാകമായി വന്നു കഴിഞ്ഞാൽ പിന്നെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇപ്പോൾ ഇതാ മാവ് ഇതുപോലെ വേണം കേട്ടോ, നമ്മൾ നന്നായിട്ട് സോഫ്റ്റായി കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേവിച്ചെടുത്ത കോളിഫ്ലവർ ആണ് കേട്ടോ. ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുത്തത്. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. കോളിഫ്ലവർ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു സവാള എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലുള്ള ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ്ടില്ല, ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ വെച്ച് കൊടുത്തിട്ട് അതിലുള്ള ആ ഒരു വെള്ളം നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുക്കുക. സവാളൻ്റെയും ക്യാരറ്റിൻ്റെയും അതുപോലെ കോളിഫ്ലവറിൻ്റെയൊക്കെ ഉള്ള ആ ഒരു വെള്ളം നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് വീണ്ടും അതിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം അതും നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഈ ഒരു രീതിക്ക് തന്നെയാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടതും കൂടെ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതാ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. കുറച്ച് വലിയ ബോൾസ് എടുത്തിട്ട് നല്ല വട്ടത്തിൽ വലുതായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ പക്ഷേ കുറച്ച് വലുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു കൊണ്ട് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വട്ടത്തിൽ തന്നെ ആക്കിയെടുക്കണം കേട്ടോ, ഒരുപാട് ചെറുതായി പോകരുത്. എനിക്കിപ്പോൾ ഇതാ ഒരു 5 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ബാക്കിയുള്ളത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ പരത്തിയെടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അത്യാവശ്യം ഈ ഒരു റൗണ്ടെങ്കിലും ഉണ്ടാവണം കേട്ടോ. ഈ കട്ട് ചെയ്തെടുത്തതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് തിങ്ങി വെച്ച് കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ ഉള്ള പാകത്തിന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ആദ്യം സെൻറ്റർ ഭാഗം പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ മുകളിലേക്ക് എടുക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ എല്ലാതും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇഡലി പാത്രത്തിലോ ഇനി നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ആവിയിൽ വേവിച്ചെടുക്കുന്നത് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു വാഴയില വെച്ചിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒട്ടും ഓയിലില്ലാതെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പലഹാരം ആയതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.